ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മഗ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു മഗ് ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബോട്ടിലാണ് പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമുക്ക് ഈ ഒരു ചായക്കപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു മഗ്ഗിൽ ഇനി പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ബേസിക്കലി ആയിട്ടുള്ള മണ്ടാല ആർട്ട് അല്ലെങ്കിൽ ഡോട്ട് പെയിൻറ്റിംഗ് എന്ന് പറയുന്നതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഒരു ബോട്ടിലിൽ മണ്ടാല ആർട്ട് അല്ലെങ്കിൽ ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു കപ്പിൽ ചെയ്യാം. അപ്പോൾ ഇത് ബേസിക്കലി വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പഴയ കപ്പാണ്. അതിൻ്റെ സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് യൂസ് ചെയ്യുന്ന കപ്പൊന്നും എടുത്തിട്ട് വരരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിൽ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഒരു ബോട്ടിലിൻ്റെ ഒരു അടപ്പിൽ വൈറ്റ് പെയിൻ്റ് ആക്കിയിട്ട് അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ കറക്റ്റ് ആ ഒരു സർക്കിളിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ള പെയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ രണ്ട് വശത്തും രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന സാധാരണ നമ്മൾ തലയിലൊക്കെ യൂസ് ചെയ്യുന്ന ബോബി പിൻ അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡില്ലേ, അപ്പോൾ ആ ഒരു സ്ലൈഡിൽ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ അതിൽ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്തു. അടുത്തതുപോലെ തന്നെ ആ സെയിം സ്ലൈഡ് വെച്ചിട്ട് തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളർ എടുത്ത് അതിൽ ഇതുപോലെ ഡോട്ട്സ് ആയിട്ടാണ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ സെയിം കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. എപ്പോഴും ഇങ്ങനെ ഒരു ബ്ലാക്കിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എടുത്ത് നിൽക്കുന്ന കളേഴ്സ് റെഡ്, യെല്ലോ, ഓറഞ്ച് അങ്ങനത്തെ കളേഴ്സൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഇനിയിപ്പോൾ നിങ്ങൾ വൈറ്റ് ആയിട്ടുള്ള സെറാമിക് ആയിട്ടുള്ള കപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. പിന്നെ ഇതിനങ്ങനെ ഇന്ന മെത്തേഡ്സ് ഒന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ടൂത്ത് പിക്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്റ്റെപ്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇഷ്ടമുള്ള കളേഴ്സിൽ ഓരോ ഡോട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പല ഡിഫറെൻറ്റ് സൈസിൽ പല ഡിഫറെൻറ്റ് ഷേപ്പിൽ നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ബഡ്സിൻ്റെ ആ ഒരു കമ്പില്ലേ അതിൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ചെറിയ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ശരിക്കുള്ള ബഡ്സിൻ്റെ ആ മോൾ ഭാഗം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് സൈസസ് കിട്ടും, ചെറുത് തൊട്ട് വലുത് വരെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ കപ്പിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ പല ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ സെയിം ബഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് റെഡ് കളർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ടു. അതേ സെയിം ബഡ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ബ്ലൂ കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഡോട്ട് മാത്രമല്ല, ഇത് ശരിക്കും എളുപ്പപ്പണിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോമെട്രിക് പാറ്റേൺസ് ഒക്കെ ഇതുപോലെ മഗ്ഗിൽ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരു സൈഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ തട്ടിയിട്ട് ആ പെയിൻറ്റ് പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സെറാമിക്കിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പെയിൻറ്റ് ഇത്തിരി ഒന്ന് മാറിപ്പോയാലും നമുക്ക് സാധാരണ ഒരു ബഡ്സിൽ തന്നെ ഇത്തിരി നമ്മുടെ നെയിൽ പോളിഷിൻ്റെ റിമൂവർ വെച്ചിട്ട് ആക്കിയിട്ട് അതൊന്ന് തുടച്ചു കൊടുത്താൽ മതി, അത് മാറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് അത്ര പേടിക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇഷ്ടമുള്ള ഡോട്ട്സോ ഇഷ്ടമുള്ള പാറ്റേൺസ് ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ യെല്ലോ ഡോട്ട്സ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. സെയിം ആ ഒരു ബഡ്സിൻ്റെ കട്ട് ചെയ്ത പോർഷൻ വെച്ചിട്ട്. അപ്പോൾ ചെറിയ സൈസിൽ കിട്ടി. വലുത് വേണമെങ്കിൽ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ബഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പെൻസിലിൻ്റെ ഒക്കെ അടിഭാഗം ഇല്ലേ അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ചില പെൻസിലിൻ്റെ ബാക്കിലൊക്കെ റബ്ബറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ ഇത് കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ള പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയോടെ മഗ്ഗാർട്ടൊക്കെ ചെയ്തെടുക്കുക. ഇപ്പോൾ വക്കൊക്കെ പൊട്ടിയ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡോട്ട് പെയിൻറ്റിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ.